ജോഷില, ഇന്നിപ്പോൾ എത്ര വീടാണ് കോൺക്രീറ്റ് കഴിഞ്ഞത്? ഇനി അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഏതൊക്കെ അർത്ഥത്തിലാണ് അവിടുത്തെ നിർമ്മാണം പുരോഗമിക്കുന്നത്? അജിംഷാദ്, കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഏറ്റവും മനോഹരമായ സ്ഥലത്ത് ആണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പ് ഉയരുന്നത്. ലോകോത്തര മാതൃക എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ ടൗൺഷിപ്പിന്റെ 207ാമത്തെ വീടിന്റെ കോൺക്രീറ്റ് ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടി നടന്നു കഴിഞ്ഞു. ഇനി 210 വീടുകളെങ്കിലും ഇന്ന് കോൺക്രീറ്റ് നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ വളരെയധികം പുരോഗതിയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കോൺക്രീറ്റ് അടക്കം നടന്നുകൊണ്ട് 410 വീടുകളാണ് ആവശ്യം. അതിൽ ബാക്കി വീടുകളുടെ 210 വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയാവുന്നു. 72 വീടുകളുടെ ചുമരുകൾ, ബാക്കി 72 വീടുകളുടെ ചുമരുകൾ ഉയർന്നു കഴിഞ്ഞു. പ്ലാസ്റ്ററിംഗ് നടക്കുന്നു. ഇലക്ട്രിക് പ്ലംബിംഗ്, അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ, ഇന്റീരിയർ വർക്ക്, സ്റ്റെയർ കേസ്, അതുപോലെ തന്നെ റൂഫിംഗ്, ഇത്തരത്തിലുള്ള എല്ലാ വർക്കുകളും, വീടുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും 5 സോണുകളിലായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരേ സമയത്താണ് 5 സോണുകളിലായി ഈ വർക്കുകളൊക്കെ തന്നെ നടക്കുന്നത്. മാത്രമല്ല 1400 തൊഴിലാളികളെയാണ് 2 ആഴ്ച മുൻപ് ULCC അവിടെ വിന്യസിച്ചത്. ഇപ്പോൾ അവർ 2000-ലധികം തൊഴിലാളികളെ അവിടെ വിന്യസിച്ചു കഴിഞ്ഞു. രാവും പകലുമില്ലാതെ, അതായത് നല്ല തണുപ്പാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. ആ തണുപ്പിനെ പോലും മറികടന്നാണ് അവർ രാത്രിയും പകലും എന്നോണം ഈ ഒരു ദുരന്ത ബാധിതർക്കുള്ള വീട് പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല കാഴ്ചയാണ്. നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ വളരെ ആശ്വാസകരമായ ഒരു കാഴ്ചയാണ്. ദുരന്ത ബാധിതർ ഉറ്റുനോക്കുകയാണ് തങ്ങളുടെ വീട് പണി എപ്പോൾ പൂർത്തിയാകും എന്നുള്ളത്. ആ പണി പൂർത്തിയാവാൻ പോകുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി റോഡ് പണി, ഓരോ വീടും റോഡിലേക്കാണ് ഇറങ്ങുന്നത്. അത്തരത്തിൽ അതിനുള്ളിൽ തന്നെ, ടൗൺഷിപ്പിനുള്ളിൽ തന്നെ റോഡ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ശുദ്ധജല വിതരണത്തിനുള്ള ടാങ്കുകൾ പൂർത്തിയാവുന്നു.